പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 18-ാം തിരുവചനം. അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കുവാൻ കർത്താവ് കാത്തിരിക്കുന്നു. നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കുവാൻ അവിടുന്ന് തന്നെ ഉയർത്തുന്നു. എന്തെന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ്. അവിടുത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മൾ താഴ്ന്നു നിൽക്കുന്നിടത്താണ് കർത്താവിന് ഉയരുവാനും മഹത്വപ്പെടുവാനും സാധിക്കുക. ഇന്ന് തിരുവചനത്തിൽ നമ്മൾ കേട്ടു, നമ്മോട് കരുണ കാണിക്കുവാൻ കർത്താവ് തന്നെ ഉയർത്തുന്നുവെന്ന്. സ്വയം തെറ്റുകൾ ഏറ്റുപറഞ്ഞ് എളിമയോടെ അനുതാപത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നവരോടാണ് അവിടുന്ന് തൻ്റെ അനന്തമായ കരുണ പ്രദർശിപ്പിച്ചത്. അപ്രകാരം തന്നെ സ്വയം എളിമപ്പെടുന്നവരിൽ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടും. അവരിലാണ് കർത്താവ് ഉയർന്നു നിൽക്കുന്നത്. നമ്മുടെയും വ്യക്തി ജീവിതങ്ങളിലും കുടുംബങ്ങളിലും കർത്താവ് ഉയർന്നു തന്നെ നിൽക്കുവാൻ നമ്മളോട് അവിടുന്ന് ആവശ്യപ്പെടുന്നത് ഇതുതന്നെയാണ്. നീ നിന്നെ തന്നെ താഴ്ത്തുക. നിന്റെ എളിമയിലാണ് കർത്താവിന് ഉയരുവാൻ സാധിക്കുന്നത്. നമ്മോട് അളവറ്റ കരുണ കാണിക്കുന്ന ഈശോയുടെ അനന്തമായ സ്നേഹത്തെ ഓർക്കാം. ആ കരുണ നമ്മുടെ പ്രതിസന്ധികളിലും രോഗപീഠകളിലും നമ്മൾ നേരിടുന്ന എല്ലാ തടസ്സ മേഖലകളിലും നിറയപ്പെടട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.